പാലക്കാട് ജില്ലയിൽ 4 സീറ്റുകളിൽ വിജയം ഉറപ്പെന്ന് UDF. പാലക്കാടിനും മണ്ണാർക്കാടിനും പുറമെ തൃത്താലയും ചിറ്റൂരും UDF വിജയം ഉറപ്പിക്കുന്നു. എന്നാൽ ജില്ലയിലെ 10 സിറ്റിംഗ് സീറ്റുകളും LDF നിലനിർത്തുമെന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ കണക്ക്. ടി നന്ദഗോപാൽ വിശദാംശങ്ങളുമായി. നന്ദു, തൃത്താല മുൻപ് UDFന്റെ കയ്യിലായിരുന്ന മണ്ഡലമാണ്. MP രാജേഷിനെ ഇറക്കിയാണ് കഴിഞ്ഞ തവണ സീറ്റ് പിടിച്ചെടുത്തത്. നിലനിർത്താൻ കഴിയുമെന്ന് UDF കണക്ക് കൂട്ടുന്നു. തൃത്താലയ്ക്കപ്പുറത്തേക്ക് ഏതൊക്കെ സീറ്റിലാണ് വിജയം പ്രതീക്ഷിക്കുന്നത് അവിടെ UDF? പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് UDFന് വലിയ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അവരുടെ വിലയിരുത്തലനുസരിച്ച് ഇത്തവണ 4 സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുന്നുണ്ട് UDF എന്നുള്ളതാണ്. പാലക്കാടും മണ്ണാർക്കാടും നിലനിർത്തും. അതിനു പുറമെ തൃത്താലയും ചിറ്റൂരുമാണ് ഇവർ വിജയം ഉറപ്പിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചിറ്റൂര് ജനതാദളാണ് മത്സരിച്ചത്. അതോടൊപ്പം തന്നെ തൃത്താലയിൽ MP രാജേഷുമാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 2 മണ്ഡലങ്ങളിലും ശക്തമായ വിഭാഗീയത LDFൽ ഉണ്ടായിരുന്നുവെന്നും അത് തങ്ങൾക്ക് ഗുണകരമാകുമെന്നുമുള്ളതുമാണ് ഇവർ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം കോങ്ങാടും UDF വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും ചെറിയ ഭൂരിപക്ഷമായിരിക്കും എന്നുള്ളതാണ് UDFന്റെ വിലയിരുത്തൽ. അതേസമയം പാലക്കാട് LDFന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് 10 സിറ്റിംഗ് സീറ്റുകളും നിലനിർത്തും എന്നുള്ളതാണ്. പാലക്കാടും മണ്ണാർക്കാടും സീറ്റുകളെ ഒഴികെയാണ് ബാക്കി സീറ്റുകളിൽ വിജയം ഉണ്ടാവുക. അതായത് അവരുടെ സിറ്റിംഗ് സീറ്റുകളാണ്. ഇവിടെയൊക്കെ നിലനിർത്തി പോകും എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം NMR റസാഖ് മത്സരിച്ച പാലക്കാട് 2ാം സ്ഥാനത്തായിരിക്കും തങ്ങൾ എത്തുക എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി LDF ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് UDFന്റെയും LDFന്റെയും പാലക്കാട്ടെ കണക്കുകൂട്ടൽ.